MBBS പഠിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് കൺട്രി ജർമ്മനി. അപ്പൊ ഈ ജർമ്മനി എന്ന് പറയുന്ന കൺട്രി എന്നുള്ളത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ അവിടത്തേക്ക് എത്തിപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പൊ അതിന് എന്തോ ഒരു വലിയ റീസൺ ഉണ്ട്. MBBS ഇൻ ജർമ്മനി എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നുള്ളത് ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അപ്പൊ ഏകദേശം ഒരു 4 സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് MBBS എൻറോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. സാധാരണഗതിയിൽ മറ്റ് രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു ചെറിയ ഇന്റർവ്യൂ, സയൻസ് ഓറിയന്റഡ് അല്ലെങ്കിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റിട്ടേൺ ടെസ്റ്റ് ഒക്കെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷെ ജർമ്മനിയിൽ സിറ്റുവേഷൻ കുറച്ച് വ്യത്യാസപ്പെട്ട് നിൽക്കും. ജർമ്മൻ ലാംഗ്വേജിന്റെ B2 അല്ലെങ്കിൽ C1 ലെവൽ വരെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 1 ഇയറിന്റെ പ്രിപ്പറേറ്ററി പ്രോഗ്രാം, ഈ സ്റ്റുഡൻസ് കോളിംഗ് എന്ന് പറയുന്നത് 1 ഇയറിന്റെ പ്രിപ്പറേറ്ററി പ്രോഗ്രാം ആണ്. ഈ 1 ഇയറിന്റെ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യണം. ജർമ്മനിയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ പോലും സ്റ്റുഡൻസ് കോളിംഗ് എന്നുള്ളത് പെയ്ഡ് ആണ്. ഏകദേശം ഇന്ത്യൻ മണി 5 ലക്ഷം രൂപയാണ് അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. ഈ 1 ഇയറിൻ്റെ സ്റ്റുഡൻസ് കോളിംഗ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് FSP എന്ന് പറയുന്ന അവരുടെ ഒരു നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഈ FSPയും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടെ നമ്മൾ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, MBBS പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാം. പിന്നെ വേറൊരു പ്രധാന ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്കറിയാം, വളരെ ബേസിക് ആണ്. +2-ൽ 85% മാർക്ക് മിനിമം വേണം എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജർമ്മനിയിൽ MBBSന് എൻറോൾ ചെയ്യാം. എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠനം ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ള മോഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, അവിടെ ഓരോ സെമസ്റ്ററിലും നമ്മളൊരു കോൺട്രിബ്യൂഷൻ ഫീ എന്നുള്ള രീതിയിൽ ഒരു 200 to 300 യൂറോ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും നമ്മളത് പേ ചെയ്യണം. അങ്ങനെ 12 സെമസ്റ്ററും നമ്മളത് പേ ചെയ്യേണ്ടി വരും. മറ്റൊരു കാര്യം എന്നുള്ളത് ജർമ്മനിയുടെ ലിവിങ് കോസ്റ്റ് ആണ്. അപ്പോൾ ഒരു 500 യൂറോ മുതൽ 800 യൂറോ വരെ മന്ത്ലി എക്സ്പെൻസ് ഒരു മാസം ജർമ്മനിയിൽ മീറ്റ് ചെയ്യേണ്ടി വരും. ഈ ജർമ്മനി എന്നുള്ളൊരു ഓപ്ഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പലരും അതിനു വേണ്ടി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഇതിങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടെന്നുള്ളതും, ഇൻ ബിറ്റ്വീൻ നമുക്കൊരു സ്റ്റുഡൻസ് കോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, FSP എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന ബാരിയേഴ്സ് ആണെന്നുള്ളതും മനസ്സിലാക്കണം. ജർമ്മനി തന്നെ മതി എന്ന ആഗ്രഹത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ, റൊമാനിയ, ബൾഗേറിയ ഇത്തരം രാജ്യങ്ങളിൽ MBBS പ്രോഗ്രാമിന് ഡയറക്റ്റ് എൻറോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ ഇയർ ഒരു 7000 മുതൽ 8000 യൂറോ വരെ എക്സ്പെൻസിൽ പെർ ഇയർ, അങ്ങനെ ഒരു എക്സ്പെൻസിൽ നമുക്ക് MBBS ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ MBBS ഡിഗ്രി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജർമ്മനിയിൽ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാനോ മറ്റ് PG പ്രോഗ്രാമിനോ സാധ്യതകളുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ 2 ട്രാക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കൺട്രിയിലേക്ക് എത്തിപ്പെടാനായിട്ട്, ജർമ്മനിയിലേക്ക് എത്തിപ്പെടാനായിട്ട് ഏത് ട്രാക്കാണോ ഏറ്റവും കംഫർട്ടബിൾ ആവുന്നത് അതിനേക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ജർമ്മനിയിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.